ഓക്കെ, എനിവേ നമ്മളെല്ലാവരും അപെക്സ് ടോക്കൺ എന്നുള്ള ഫാമിലി മെമ്പേഴ്സ് ആണ്. കുറെ നാളുകളായിട്ട് അപെക്സ് ടോക്കൺ എന്നുള്ള ഈ ഒരു പ്രോജക്റ്റുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് വർക്ക് ചെയ്യുന്ന ആളുകളുണ്ട്. അതോടൊപ്പം തന്നെ പുതുതായിട്ട് ഈ ഒരു അവസരം കേൾക്കാൻ എത്തിയ ആളുകളുണ്ട്. എല്ലാവരോടും ഞാൻ ഒറ്റ വാക്കിൽ ഈ ഒരു പ്രോഗ്രാമിലേക്ക് സ്വാഗതം പറയും. അതോടൊപ്പം ഈ ഒരു പ്രോജക്റ്റ് എന്താണ് ഇപ്പൊ ക്രിപ്റ്റോ എന്ന് പറഞ്ഞ നമുക്കറിയാം, നമുക്ക് എല്ലാവർക്കും പുതിയ ഒരു എക്സ്പീരിയൻസ് തരുന്ന ഒരു മേഖലയാണ്. കാരണം ഏതൊരു കാലഘട്ടത്തിലും ഒരു റവല്യൂഷൻ ഉണ്ടാവും. ആ റവല്യൂഷന്റെ ഭാഗമായിട്ട് നിൽക്കുന്ന ആളുകളാണ് വലിയ രൂപത്തിലേക്ക് സക്സസിലേക്കൊക്കെ മാറിക്കൊണ്ടിരിക്കുക. തീർച്ചയായിട്ടും ക്രിപ്റ്റോ എന്നുള്ളത് ഇപ്പോൾ ഒരു വലിയ റവല്യൂഷനായി മാറിക്കൊണ്ടിരിക്കുന്നു. ഏതൊരു കാലഘട്ടത്തിൽ ഇപ്പൊ നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരുപാട് ആളുകൾ അവരെല്ലാവരുടെയും ചർച്ചാ വിഷയമായിട്ട് ക്രിപ്റ്റോ മേഖല മാറിക്കൊണ്ടിരിക്കുന്നു. അതിന്റെ പ്രധാനപ്പെട്ട റീസൺ എന്നുള്ളത് ഈ ഒരു ക്രിപ്റ്റോ മേഖലയിലുള്ള വളർച്ചയാണ്. ഇപ്പൊ പലപ്പോഴും നമ്മളൊക്കെ ഒരു ഇൻവെസ്റ്റ്മെന്റ് മോഡലായിട്ട് പല കാര്യങ്ങളെ കാണുന്ന ആളുകളാണ് അല്ലെ. ഇപ്പൊ പണ്ട് കാലങ്ങളിലൊക്കെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുമ്പോൾ തന്നെ പല ആളുകളെ സംബന്ധിച്ചും ലാൻഡ്, അതല്ലെങ്കിൽ ഗോൾഡ്, ഇങ്ങനെയുള്ള പല സെക്ടറുകളിലായി. അതിനുശേഷം പല ഇൻവെസ്റ്റ്മെന്റ് ഷെയർ മാർക്കറ്റുകളിലേക്കും മറ്റു കാര്യങ്ങളിലേക്കും ഒക്കെ ഇൻവെസ്റ്റ്മെന്റ് മോഡലുകളൊക്കെ മാറി. പിന്നീട് അതിന് ശേഷം നമ്മൾ പറയുകയാണെങ്കിൽ ഒരു ഒരു റെവല്യൂഷൻ ആയിട്ടാണ് ക്രിപ്റ്റോ മേഖല നമുക്കിടയിലേക്ക് വരുന്നത്. കാരണം ആദ്യ കാലഘട്ടത്തിലൊക്കെ നമുക്കറിയാം, ഏത് പ്രോജക്റ്റ് ആണെങ്കിലും അല്ലെങ്കിൽ പുതിയ ഏത് ഡെവലപ്മെന്റ്സ് വരുന്ന സമയത്താണെങ്കിലും ആദ്യം ഇത് കടന്നു പോകുന്ന ഒരു നെഗറ്റീവ് ഫേസിലൂടെ. ഇതുപോലെ തന്നെ ക്രിപ്റ്റോ മേഖല ഒരു നെഗറ്റീവ് ഫേസിലൂടെ വളരെ കാലം കടന്നു പോവുകയും പിന്നീട് വലിയൊരു ഗ്രോത്തിലേക്ക് മാറുകയും ഇത് പല രാജ്യങ്ങൾ തമ്മിൽ തന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ ക്രിപ്റ്റോ ബിറ്റ്കോയിൻ പോലുള്ള കറൻസിയൊക്കെ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്ന ലോകത്തിൽ തന്നെ ഏറ്റവും വലിയ സാമ്പത്തികമായ ശക്തമായ രാജ്യങ്ങളൊക്കെ സപ്പോർട്ട് ചെയ്യുന്നു. ഇന്ന് ഏറ്റവും കൂടുതൽ ക്രിപ്റ്റോ കറൻസികൾ എന്താ പറയുക നിക്ഷേപമായിട്ടോ അല്ലെങ്കിൽ അത് അതിൽ വലിയൊരു കോൺട്രിബ്യൂഷൻ കൊടുക്കാൻ രാജ്യങ്ങൾ മത്സരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടം. ആ കാലഘട്ടത്തിലാണ് ഇത്തരത്തിലുള്ള ഒരു ക്രിപ്റ്റോ പ്രോജക്റ്റിന് വലിയ രീതിയിലുള്ള ഒരു ഇമ്പോർട്ടൻസ് ഉള്ളത്. അപ്പൊ അപെക്സ് ടോക്കൺ എന്നുള്ള അപെക്സ് ഫാമിലിയിൽ വർക്ക് ചെയ്തിട്ടുള്ള ആളുകളെ സംബന്ധിച്ച് ഒരു വിധം എന്താണ് ഈ ഒരു പ്രോജക്റ്റുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാവുന്നതാണ്. എന്നാൽ പുതിയ ആളുകൾക്ക് എന്താണ് ഈ പ്രോജക്റ്റും ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ എന്നുള്ളതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇപ്പോ ഒരു ക്രിപ്റ്റോ കറൻസി എന്ന് പറയുന്ന സമയത്ത് ഇപ്പൊ പല ആളുകളെ സംബന്ധിച്ചും പല രൂപത്തിലും ക്രിപ്റ്റോ കറൻസി എന്നുള്ള പേരുകളിൽ പല ബിസിനസ്സുകളും നാട്ടിൽ നടക്കുന്നുണ്ട്. പക്ഷെ നമ്മളൊരു ക്രിപ്റ്റോ പ്രോജക്റ്റ് എന്ന് പറയുന്ന സമയത്ത് ഒരു കറൻസി എന്ന് പറയുമ്പോൾ അത് പ്രോപ്പർ ആയിട്ടുള്ള ലിസ്റ്റിങ്ങും കൃത്യമായിട്ടുള്ള അതിന്റെ മോണിറ്ററിങ്ങും കാര്യങ്ങളൊക്കെ നടന്നാൽ മാത്രമേ അതൊരു ഒരു വാലിഡ് ആയിട്ടുള്ള ഒരു ക്രിപ്റ്റോ കറൻസി ആയിട്ട് നമുക്ക് പറയാൻ പറ്റുള്ളൂ. അതുപോലെ തന്നെ അതിന്റെ ബാക്ക് എൻഡിൽ എന്തൊക്കെ പ്രോജക്ട്സ് ആണ് റൺ ചെയ്യുന്നത്. ഒരു കറൻസിയെ ആളുകൾ ഒരു വാല്യൂ, ഇപ്പൊ നമ്മളൊരു ഏതെങ്കിലും ഒരു കമ്പനിയുടെ ഷെയർ നമ്മൾ പർച്ചേസ് ചെയ്യുന്ന സമയത്ത് ആ കമ്പനിയുടെ ഷെയർ ഇത്ര വാല്യൂ എന്ന് പറഞ്ഞ് നമ്മൾ വാങ്ങുന്നതിൽ നമുക്ക് ആ കമ്പനി എന്താണ്, കമ്പനിയുടെ ബാക്ക്ഗ്രൗണ്ട് എന്താണ്, കമ്പനിക്ക് വരാൻ പോകുന്ന വളർച്ച എന്താണ്, ആ വളർച്ചയ്ക്ക് അനുസരിച്ചാണ് നമ്മൾ തീർച്ചയായിട്ടും ആ കമ്പനിയുടെ ഷെയർസും കാര്യങ്ങളൊക്കെ നമ്മൾ പർച്ചേസ് ചെയ്യാൻ പോകുന്നത്. ഇതോടൊപ്പം തന്നെ അതുകൊണ്ട് തന്നെ അപെക്സ് ടോക്കൺ എന്നുള്ള ഈ ഒരു കമ്പനി എന്താണ്, ഇതിന്റെ പ്രോജക്ട്സ് എന്താണ്, ഇതൊക്കെ നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക. ഇന്ന് ഏതൊക്കെ എക്സ്ചേഞ്ചുകളിലാണ് കമ്പനി ലിസ്റ്റ് ചെയ്തിട്ടുള്ളത്, ഇന്ന് റൺ ചെയ്യുന്ന പ്രോജക്റ്റുകൾ എന്തൊക്കെയാണ്, ഇനി വരാൻ പോകുന്ന പ്രോജക്ട്സ് എന്തൊക്കെയാണ്. അപ്പൊ ആദ്യമായിട്ട് നമുക്ക് പറയാനുള്ള കാര്യം, അപെക്സ് ടോക്കൺ എന്നുള്ള ഈ ഒരു ക്രിപ്റ്റോ കറൻസി, ഏതൊരു ക്രിപ്റ്റോ കറൻസിക്ക് ഒരു ബേസ് ഉണ്ടാവും. എന്താണ് ഈ ക്രിപ്റ്റോ കറൻസിയുടെ ബേസ് എന്ന് പറഞ്ഞാൽ, നമുക്കറിയാം ഇന്ന് BNB എന്ന് പറഞ്ഞ ഒരു കോയിനെ കുറിച്ച് നമ്മൾ കേൾക്കുന്ന വലിയ രീതിയിൽ ഗ്രോത്ത് കാണിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കോയിനാണ് BNB എന്ന് പറയുന്നത്. ഫിനാൻസ് എന്നുള്ള ഒരു എക്സ്ചേഞ്ചിൽ യൂട്ടിലിറ്റി ടോക്കൺ ആയിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള ഒരു കോയിനാണ് നമ്മൾ BNB, അല്ലെങ്കിൽ ക്രിപ്റ്റോ കറൻസിയാണ് നമുക്ക് BNB എന്ന് പറയുന്ന കോയിൻ വരുന്നത്. അതുപോലെ തന്നെ അപെക്സ് ടോക്കൺ എന്നുള്ള ഈ ഒരു ക്രിപ്റ്റോ കറൻസി നമ്മുടെ ഒരു അപെക്സ് എന്നുള്ള എക്സ്ചേഞ്ച്, അത് ലോഞ്ച് ചെയ്യാൻ പോകുന്ന ഒരു എക്സ്ചേഞ്ച് ആണ്. അപെക്സിന്റെ ഓൺ എക്സ്ചേഞ്ചിന്റെ ഒരു യൂട്ടിലിറ്റി ടോക്കൺ ആയിട്ടാണ് ഈ ഒരു കറൻസി ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അത് മാത്രമല്ല, ഈ ഒരു മേഖലയിൽ ഒരുപാട് പ്രോജക്റ്റുകൾ റൺ ചെയ്യും. ഇപ്പൊ നമ്മൾ ഈ ഒരു ഇതുമായി ബന്ധപ്പെട്ടുള്ള ഒരു എക്സ്ചേഞ്ച് ലോഞ്ച് ചെയ്യുന്ന സമയത്ത് നമുക്കറിയാം, എക്സ്ചേഞ്ചിന്റെ ഏറ്റവും വലിയ ഒരു പ്രോജക്റ്റുകളിൽ ഒന്നാണ് ICO ലോഞ്ച് പാഡ്. പുതിയ ക്രിപ്റ്റോ കറൻസികൾ ലോഞ്ച് ചെയ്യുന്ന ഒരു പ്ലാറ്റ്ഫോം ICO ലോഞ്ച് പാഡ്. അതുപോലെ NFT, ഇപ്പൊ നമ്മൾ വലിയ രീതിയിൽ ചർച്ച, അല്ലെങ്കിൽ നമ്മൾ യൂട്യൂബൊക്കെ നോക്കിക്കഴിഞ്ഞാൽ NFT, നോൺ ഫഞ്ചബിൾ ടോക്കൺസ് എന്നുള്ള രീതിയിൽ നമുക്ക് ഒരുപാട് NFT-യുമായി ബന്ധപ്പെട്ടുള്ള വീഡിയോസ് കാണാം. അപ്പൊ NFT-യുടെ മാർക്കറ്റ് പ്ലേസ് വരുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഡീസെൻട്രലൈസ്ഡ് ആപ്ലിക്കേഷൻസ്, ഇന്ന് നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന പല ആപ്ലിക്കേഷൻസും, അല്ലെ ഡീസെൻട്രലൈസ്ഡ് ഫിനാൻസ്. ഇപ്പൊ നമുക്കറിയാം, ഇന്ന് നമ്മൾ ബാങ്കുകളെയാണ് ആശ്രയിക്കുന്നതെങ്കിൽ അത് മാറിക്കൊണ്ട് അതൊക്കെ സെൻട്രലൈസ്ഡ് ഫിനാൻസ് ആണ്. അതിനെക്കുറിച്ച് നമ്മൾ
കൂടുതൽ കാര്യങ്ങൾ ഞാൻ പറയുന്നത് നമുക്ക് ഡീസെൻട്രലൈസ്ഡ് എന്താണ് സെൻട്രലൈസ്ഡ് എന്താണെന്ന് ഒരു പക്ഷേ ഇന്ന് പല ആളുകളെ സംബന്ധിച്ചും അറിയാവുന്ന കാര്യമാണ്. എന്നാൽ അത്തരത്തിലുള്ള ഡീസെൻട്രലൈസ്ഡ് ഫിനാൻസ് DeFi പോലുള്ള ഒരുപാട് ആപ്ലിക്കേഷൻസും കാര്യങ്ങളും വരുന്നു. അതോടൊപ്പം തന്നെ മറ്റ് യൂട്ടിലിറ്റി പ്രോജക്റ്റുകൾ, നമ്മൾ പറയുന്ന പലതരത്തിലുള്ള യൂട്ടിലിറ്റി പ്രോജക്റ്റുകൾ കമ്പനിയുടെ ഭാഗമായിട്ട് വരുന്നു. ഓൺലൈൻ ലോട്ടറി, അതുപോലെ തന്നെ ബെറ്റിംഗ് ആപ്ലിക്കേഷൻസ്, അതുപോലെ തന്നെ നമ്മൾ ഇന്ന് യൂസ് ഡേ ടു ഡേ ലൈഫിൽ നമ്മൾ ഉപയോഗിക്കുന്ന പല കാര്യങ്ങൾക്കും ഈ നമ്മളൊരു ടിക്കറ്റ് ബുക്കിങ്ങിനാണെങ്കിൽ പോലും അത് യൂസ് ചെയ്യാവുന്ന രീതിയിലേക്കുള്ള കാര്യങ്ങളൊക്കെ വന്നുകൊണ്ടിരിക്കും. അപ്പൊ അതൊക്കെ നമുക്ക് വരാൻ പോകുന്ന പ്രോജക്റ്റുകളാണ്. ഇപ്പൊ നമ്മൾ അല്ലെങ്കിൽ ഇപ്പോ ബെറ്റിംഗ് ആപ്ലിക്കേഷൻസ് ഇപ്പൊ ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. പലതരത്തിലുള്ള കമ്മ്യൂണിറ്റികൾ പല രാജ്യത്തു നിന്നും ഈ ഒരു പ്രോജക്റ്റിന്റെ ഭാഗമായിട്ട്. ഇന്നിപ്പോ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന ഒരു കാര്യം എന്താണ്, ഇപ്പൊ പല ആളുകളെ സംബന്ധിച്ചും വിളിക്കുന്ന ഒരുപാട് ആളുകൾ പറയുന്ന ഒരു കാര്യമാണ് എന്താണ് ഈ കറൻസിയുടെ റേറ്റ് എന്താണ്, ഇതുമായി ബന്ധപ്പെട്ട് എങ്ങനെയാണ് നമുക്ക് ഇതിനെപ്പറ്റി മനസ്സിലാക്കുക, ഇങ്ങനെയുള്ള ടെക്നിക്കലി പല കാര്യങ്ങളും അറിയാത്തതായിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവൻ നമ്മൾ എടുത്തിട്ട് പ്ലാൻ ചൂസ് ചെയ്തിട്ട് അത് സെലക്ട് ചെയ്ത് ചെയ്യാനുള്ള കാര്യങ്ങൾ, ഇങ്ങനെയുള്ള പല പ്രയാസങ്ങളും നേരിടുന്ന ആളുകൾ. അപ്പൊ അവർക്ക് വേണ്ടിയിട്ട് എന്താണ് നമ്മൾ ഈ ഒരു കറൻസി ഇതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ എങ്ങനെയാണ് കാര്യങ്ങൾ ചെയ്യേണ്ടത്, ഇതാണ് നമ്മൾ ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയാൻ പോകുന്നത്. അപ്പോൾ ഇതിൽ എന്താണ് ബേസിക് പ്ലാൻ വരുന്നത്, അതിൽ എങ്ങനെ നമുക്ക് ചെയ്യാം, എന്തൊക്കെ ബെനിഫിറ്റ്സ് ആണ് നമുക്ക് കിട്ടാൻ പോകുന്നത്. ഇത് നമുക്കറിയാം പല ആളുകളെ സംബന്ധിച്ചും ക്രിപ്റ്റോയിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകളുണ്ട്. പക്ഷെ പല ആളുകൾക്കും ഇൻവെസ്റ്റ് ചെയ്യുന്ന സമയത്ത് ആ ക്രിപ്റ്റോ കറൻസിക്ക് ഒരു ഗ്രോത്ത് ഉണ്ടെങ്കിൽ ആ ഗ്രോത്തിനനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് അതിന്റെ ഒരു പെർസെന്റേജ്, ഇപ്പൊ നമുക്കറിയാം ഈ 1 ഇയറിൽ ഇത്ര പെർസെന്റേജ് ഗ്രോത്ത് ഉണ്ടെങ്കിൽ ആ കറൻസി നമുക്ക് സെൽ ചെയ്തിട്ട് നമുക്ക് ആ ലാഭം നമുക്ക് കൈക്കലാക്കാം എന്നുള്ള രീതിയിൽ ഒരുപാട് ക്രിപ്റ്റോ കറൻസി ഉണ്ട്. പക്ഷെ ഇതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് നമുക്കൊരു ROI ബേസ് ചെയ്തിരുന്നു കമ്പനിയിലേക്ക് വരുന്ന ഈ ഒരു ക്രിപ്റ്റോ കറൻസിയുടെ ഗ്രോത്തിനനുസരിച്ചുകൊണ്ട് ഒരു ROI ജനറേറ്റ് ചെയ്തുകൊണ്ടാണ് നമ്മുടെ കമ്പനി വർക്ക് ചെയ്യുന്നത്. അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ പറയാം. ആദ്യമായിട്ട് ഇത് ഒരുപാട് എക്സ്ചേഞ്ചുകൾ ഇന്ന് അപെക്സ് ടോക്കൺ ലിസ്റ്റ് ചെയ്തിട്ടുള്ള എക്സ്ചേഞ്ചുകൾ നമ്മൾ എപ്പോഴും പറയുന്നതാണ് ബിറ്റ്മാർട്ട്, എൽബാങ്ക്, XT.com തുടങ്ങിയ ഒരു ടയർ 2 ലെവലിലുള്ള എക്സ്ചേഞ്ചുകളിൽ ലിസ്റ്റ് ചെയ്തിട്ടുള്ള ഒരു കറൻസിയാണ് അപെക്സ് ടോക്കൺ. അപ്പൊ അത്തരത്തിലുള്ള ഒരു എക്സ്ചേഞ്ചിൽ നമുക്ക് എങ്ങനെയാണ് ആ കറൻസി, അപെക്സ് ടോക്കൺ എന്നുള്ള കറൻസി, അതിന്റെ ഗ്രോത്ത് എങ്ങനെ നമുക്ക് മനസ്സിലാക്കാം, അതുമായി ബന്ധപ്പെട്ട കാര്യമാണ് ഞാൻ ഇപ്പോ നിങ്ങൾക്ക് അത് ഷെയർ ചെയ്യുന്നത്. അതിനുവേണ്ടി ഞാൻ സ്ക്രീൻ ഒന്ന് ഷെയർ ചെയ്യുന്നുണ്ട്. ഇപ്പോ നിങ്ങൾക്ക് ഇവിടെ ഇത് സ്ക്രീൻ കാണാം. ഞാനിവിടെ ആദ്യമായിട്ട് നമ്മൾ XT.com എന്നുള്ള ഒരു നമ്മൾ നോർമലി നമ്മൾ യൂസ് ചെയ്യുന്ന പല ആളുകളും ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ആപ്ലിക്കേഷൻ ആയിരിക്കും. ഓക്കെ, പല ആളുകളും ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഒരു എക്സ്ചേഞ്ച് ആണ് XT.com. അപെക്സ് ടോക്കൺ നിലവിൽ ലിസ്റ്റ് ചെയ്തിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട എക്സ്ചേഞ്ച് ആണ് XT.com. അപ്പൊ ഈ ഒരു XT.comന്റെ വിൻഡോ നമുക്ക് ഇങ്ങനെയാണ് കാണാൻ സാധിക്കുക. ഈ വിൻഡോയിൽ നമുക്കറിയാം ഇന്ന് നിലവിലുള്ള ഒരുപാട് ക്രിപ്റ്റോ കറൻസി, ഇപ്പൊ ബിറ്റ്കോയിൻ ഉൾപ്പെടെ ഒരുപാട് ക്രിപ്റ്റോ കറൻസി, ഇപ്പൊ ഞാനിവിടെ BTC എന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ബിറ്റ്കോയിന്റെ ഇന്നത്തെ റേറ്റ് എന്താണ്, ബിറ്റ്കോയിന്റെ റേറ്റ് എന്താണ് നമുക്കറിയണമെങ്കിൽ നമ്മൾ ഡയറക്റ്റ് എടുത്ത് നോക്കി കഴിഞ്ഞാൽ നമുക്കറിയാം ഇവിടെ ബിറ്റ്കോയിന്റെ റേറ്റ് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. ഇപ്പോ കറന്റ് റേറ്റ് എന്താണ് ബിറ്റ്കോയിന്റെ, അതായത് ഓരോ ടൈം ഫ്രെയിമിൽ നമുക്ക് എടുത്തു വെച്ച് ഇവിടെ ചെക്ക് ചെയ്തിട്ട് നമുക്ക് അതിന്റെ ഗ്രാഫ് മനസ്സിലാക്കാൻ പറ്റും. ഇന്ന് ഈ ഒരു കറൻസിക്ക് ഉണ്ടായിട്ടുള്ള ഗ്രോത്ത് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇപ്പൊ നമ്മളൊരു 15 മിനിറ്റ് ഗ്രാഫ് എടുത്ത് നോക്കുകയാണെങ്കിൽ ഇന്ന് സ്റ്റാർട്ടിങ് തൊട്ട് കറൻസിയുടെ വാല്യൂ മുകളിലേക്ക് പോയിട്ടുണ്ട്, അതേപോലെ തന്നെ താഴോട്ട് വന്നിട്ടുണ്ട്. ഇപ്പൊ ഒരു ഡേ ചാർട്ട്, ഇത് നമ്മൾ പറയാം ഡേ ചാർട്ട് എന്നാണ്. ഒരു ക്യാൻഡിൽ ഒരു ദിവസമായിരിക്കും ബിറ്റ്കോയിനൊക്കെ വന്ന ഇത് നമ്മൾ നോക്കുകയാണെങ്കിൽ വളരെ ഒരു ചെറിയ പ്രൈസ് ഒന്ന് കയറി വന്ന് വലിയൊരു രീതിയിലേക്ക് മാറിയിട്ടുള്ള ഒരു കറൻസിയാണ് ബിറ്റ്കോയിൻ. അതുപോലെ തന്നെ ഏതൊരു കറൻസിയുടെയും ഗ്രാഫ് നമുക്ക് ഇവിടുന്ന് എന്ത് ചെയ്യാൻ പറ്റും, മനസ്സിലാക്കാൻ പറ്റും. ഇതുപോലെ തന്നെ നമുക്കിവിടെ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ APX എന്ന് നമ്മൾ സെർച്ച് ചെയ്താൽ അപെക്സ് ടോക്കൺ എന്നുള്ള ഈ ഒരു കറൻസി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇവിടെ നമുക്ക് കാണാൻ പറ്റും. അപ്പൊ നമ്മളിവിടെ നോക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാക്കാം അപെക്സിന്റെ റേറ്റ് കുറച്ച് കാലങ്ങളായിട്ട് വലിയ രീതിയിൽ ഒരു ഡൗൺ ഫോൾ ഉണ്ടായിരുന്നു. പക്ഷെ ഇന്ന് ഇപ്പോ കുറച്ച് സമയമായിട്ട് കറൻസിയുടെ വാല്യൂ ഓൾമോസ്റ്റ് എന്ത് ചെയ്യുന്നത്, കൂടിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ ഇവിടെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം 0.20 0.0020 വരെ കറൻസിയുടെ വാല്യൂ പോയി. ഇപ്പൊ അത് കയറി വന്ന് 0.004978 എന്നുള്ള റേറ്റിലാണ് ഇപ്പൊ കറൻസി നിൽക്കുന്നത്. ഓൾമോസ്റ്റ് ഇന്ന് നിൽക്കുന്നതിന്റെ ഒരു ഹാഫ് റേറ്റിലേക്ക് മുമ്പ് പോയിട്ടുണ്ട്. അപ്പൊ ആ സമയങ്ങളിലൊക്കെ നമ്മൾ ഈ കറൻസിയുടെ ഭാഗമായിട്ട് ഒരു ഇൻവെസ്റ്റ്മെന്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഏകദേശം ഒരു ഡബിൾ റേറ്റിലേക്ക് വന്നിട്ടുണ്ട്. അതിന്റെ ഭാഗമായിട്ട് കറൻസിയുടെ റേറ്റ് കൂടിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. അപ്പൊ ഈ ഒരു എക്സ്ചേഞ്ച് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ പല കാര്യങ്ങളും നമ്മൾ ചെയ്യാൻ പോകുന്നത്.
ഇപ്പൊ നമ്മളെ സംബന്ധിച്ച് ഇതിലൊരു ട്രേഡ് നമ്മളെ എക്സിക്യൂട്ട് ചെയ്യണമെങ്കിൽ നമുക്ക് ഇവിടെ നമുക്ക് ട്രേഡ് എന്നുള്ള ഒരു ഓപ്ഷൻ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ അപെക്സ് ടോക്കൺ നമുക്ക് ഈ എക്സ്ചേഞ്ചിലൂടെ നമുക്ക് എങ്ങനെ വാങ്ങിക്കാം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ അപെക്സിന്റെ ഒരു മാർക്കറ്റ് ഓർഡർ എടുത്തു കഴിഞ്ഞാൽ നമുക്കിവിടെ അപെക്സിന്റെ ഒരു വാല്യൂ നമുക്കിവിടെ കാണാൻ സാധിക്കും. അപ്പൊ ഇവിടുന്ന് അപെക്സ് ബൈ ചെയ്യാനുള്ള ഓപ്ഷൻ നമ്മളിവിടെ ബൈ ഒരു ഓപ്ഷൻ ബൈ എന്നുള്ള ഓപ്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിവിടെ ഇതിൽ USDT ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ അപെക്സ് നമുക്ക് ഇവിടുന്ന് വാങ്ങിക്കാം. അത് ഇവിടെ സെല് ചെയ്യാനുള്ള ഓപ്ഷൻ വരുന്നുണ്ട്. അപ്പോൾ അപെക്സ് വാങ്ങാനും വിൽക്കാനും. അപ്പൊ നമ്മൾ വാങ്ങുന്ന സമയത്ത് നമുക്കിവിടെ കാണാവുന്ന സ്ലോട്ടുകൾ നമുക്കിവിടെ സൈഡിൽ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. വാങ്ങുന്ന പ്രൈസിങ് വരുന്നത്, അതുപോലെ തന്നെ നമുക്ക് സെല് ചെയ്യാൻ വരുന്ന പ്രൈസിങ്. അപ്പൊ ഇത് അതിന്റെ പ്രൈസിങ് ലെവലൊക്കെ നമുക്ക് ഇവിടെ ഡയറക്റ്റ് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഇതാണ് അപെക്സുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് എക്സ്ചേഞ്ചിൽ നോക്കിക്കഴിഞ്ഞാൽ. അപ്പൊ ഈ ഒരു എക്സ്ചേഞ്ച് ത്രൂ നമുക്ക് ഏതൊരു കറൻസി കൈകാര്യം ചെയ്യുന്ന പോലെയും, ഇപ്പൊ ബിറ്റ്കോയിൻ ആണെങ്കിലും എത്തേറിയം ആണെങ്കിലും BNB ആയിക്കോട്ടെ ഇനി ട്രോൺ ആയിക്കോട്ടെ, നമ്മൾ ഏത് നെറ്റ്വർക്ക് അല്ലെങ്കിൽ ഏത് ക്രിപ്റ്റോ കറൻസി വാങ്ങാനും വിൽക്കാനും പറ്റുന്ന പോലെ ഇന്ന് നമുക്ക് അപെക്സ് ടോക്കൺ വാങ്ങാനും വിൽക്കാനും കഴിയുന്ന രീതിയിൽ ഒരു ടയർ 2 എക്സ്ചേഞ്ചുകളിൽ ബിറ്റ്മാർട്ട്, എൽബാങ്ക്, XT.com തുടങ്ങിയിട്ടുള്ള എക്സ്ചേഞ്ചുകളിൽ ലിസ്റ്റ് ചെയ്തിട്ടുള്ള ഒരു ജെനുവിൻ ആയിട്ടുള്ള ഒരു കറൻസിയാണ് അപെക്സ് ടോക്കൺ. ഇനി ഈ ഒരു കറൻസി നമുക്കറിയാം, സാധാരണക്കാരെ സംബന്ധിച്ച് ഒരുപാട് ആളുകൾ എക്സ്ചേഞ്ചിൽ നിന്ന് ഗ്രോത്ത് കാണിച്ചുകൊണ്ടിരിക്കുന്ന കറൻസികൾ, അതോടൊപ്പം തന്നെ വലിയ രീതിയിൽ ഡൗണിലേക്ക് വന്നിട്ടുള്ള കറൻസികളൊക്കെ വാങ്ങിച്ച് കീപ്പ് ചെയ്യും. കാരണം അത്തരം കറൻസികളൊക്കെ വലിയ രീതിയിലേക്ക് മുന്നോട്ട് പോകാനുള്ള സാധ്യതയുള്ള കറൻസികളാണ്. ഇപ്പൊ ബിറ്റ്കോയിനൊക്കെ ചില സമയങ്ങളിൽ വലിയ രീതിയിൽ താഴോട്ട് പോകും. ആ സമയങ്ങളിലൊക്കെ അത് അവസരമായി കണ്ടുകൊണ്ട് ആളുകൾ വാങ്ങിക്കുന്നുണ്ട്. ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഇന്നിപ്പോ അപെക്സ് ടോക്കൺ ഇന്ന് നിങ്ങളിലൂടെ കാണാൻ സാധിക്കും 4.56% ഗ്രോത്ത് ഉണ്ട്. പക്ഷേ നമ്മൾ ഇന്ന് മോർണിംഗ് അല്ലെങ്കിൽ ഇന്ന് ഡേ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് 1 ലക്ഷം രൂപയ്ക്ക് നമ്മൾ കറൻസി വാങ്ങിച്ചിരുന്നുവെങ്കിൽ ആ കറൻസിയുടെ വാല്യൂ ഇന്ന് നമുക്കൊരു ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ 4.5% അല്ലെങ്കിൽ 5% ആണ് 1,50,000 രൂപയിലേക്ക് കറൻസി വാല്യൂ. അത് ചിലപ്പോൾ തിരിച്ച് നമുക്ക് കറൻസിയുടെ വാല്യൂവിൽ കുറവ് വരാം. അപ്പൊ ഈ രൂപത്തിലാണ് ക്രിപ്റ്റോ കറൻസികൾ വർക്ക് ചെയ്യുക. അപ്പൊ നമുക്ക് ഏതൊരു കറൻസിയും ഒരു എക്സ്ചേഞ്ചിൽ നിന്ന് വാങ്ങുകയും വിൽക്കുകയും ചെയ്യുന്ന പോലെ തന്നെ നമുക്ക് അപെക്സ് ടോക്കൺ എന്നുള്ള കറൻസി ചെയ്യാൻ പറ്റും. ഞാനിത് ഈ രൂപത്തിൽ പറയുന്ന കാര്യം പല ആളുകളും സംഭവിച്ചും ചോദിക്കാറുണ്ട്. നമ്മൾ ഈ ടോക്കൺ കിട്ടിയിട്ട് നമ്മൾ എന്താണ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ടോക്കൺ കിട്ടിയിട്ട് വിൽക്കാൻ പറ്റുമോ എന്ന് അറിയാൻ പറ്റാത്ത ആളുകളുണ്ട്. ഇത് നമുക്ക് ഡയറക്റ്റ് നമുക്ക് ഈ കറൻസി നമുക്ക് സെല് ചെയ്തുകൊണ്ട് ഇതിൽ നിന്നുള്ളൊരു വരുമാനം നമുക്ക് നേടാൻ പറ്റുന്ന ഒരു രീതിയിലേക്ക് ഇന്ന് എന്ത് ചെയ്തിട്ടുണ്ട്, ക്രിപ്റ്റോ മേഖല മാറിയിട്ടുണ്ട്. ഇതാണ് എക്സ്ചേഞ്ചുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് പറയാനുള്ളത്. ഇനി നമ്മളെ ഈ ഒരു എക്സ്ചേഞ്ചുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ മാറ്റി നിർത്തിയിട്ട് ഇനി എന്താണ് നമ്മൾ റിയലി അപെക്സ് ടോക്കൺ എന്നുള്ള ഈ ഒരു പ്രോജക്റ്റ് ചെയ്യേണ്ടത്. അപ്പൊ അതിൽ എല്ലാവർക്കും അറിയാവുന്ന രീതിയിൽ തന്നെ നമ്മൾ ഇതുമായിട്ട് കണക്ട് ചെയ്ത ആളുകൾ ഉണ്ടാവും. ഇപ്പൊ ട്രസ്റ്റ് വാലറ്റുമായിട്ട് കണക്ട് ചെയ്തിട്ടുള്ള ആളുകൾ. നമ്മൾ phase 2 എന്നുള്ള ഈ ഒരു പ്രോജക്റ്റ് നമ്മൾ ചെയ്യേണ്ടത്, നമ്മൾ ട്രസ്റ്റ് വാലറ്റിലേക്ക് നമ്മൾ കണക്ട് ചെയ്തുകൊണ്ട്, ട്രസ്റ്റ് വാലറ്റുമായിട്ട് കണക്ട് ചെയ്തുകൊണ്ട് നമ്മൾ വാങ്ങിക്കുന്ന അപെക്സ് ടോക്കൺ സ്റ്റേക്ക് ചെയ്യാനുള്ള ഒരു പ്രോഗ്രാമാണ്. ഇപ്പൊ ഫോർ എക്സാമ്പിൾ നമ്മൾ കുറച്ച് ബിറ്റ്കോയിൻ നമ്മൾ വാങ്ങിച്ച് കീപ്പ് ചെയ്യുന്നു, അല്ലെങ്കിൽ USDT നമ്മൾ വാങ്ങിച്ച് കീപ്പ് ചെയ്യുന്നു, അല്ല മറ്റു കറൻസികളൊക്കെ നമ്മൾ വാങ്ങിച്ച് വെക്കുന്നുണ്ടെങ്കിൽ അതിന്റെ വില കൂടിക്കഴിഞ്ഞാൽ നമുക്കൊരു റിട്ടേൺ കിട്ടുന്നുണ്ട്. ഓഫ്കോഴ്സ് നല്ല കാര്യമാണ്. പക്ഷെ മറ്റ് ബെനിഫിറ്റ്സ് ഒരു പക്ഷേ ചിലപ്പോൾ നമുക്ക് കിട്ടണമെന്നില്ല. പക്ഷെ അപെക്സ് ടോക്കണുമായി ബന്ധപ്പെട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇവിടെ നമ്മൾ അപെക്സിന്റെ ഞാൻ ഇവിടെ ഒരു ട്രസ്റ്റ് വാലറ്റ് ഞാൻ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ഈ ട്രസ്റ്റ് വാലറ്റ് ഓൾറെഡി ഞാൻ ലോഗിൻ ചെയ്ത് വെച്ചതാണ്. അപ്പൊ ഇത് ലോഗിൻ ചെയ്ത് വെക്കുന്ന സമയത്ത് നമുക്കിവിടെ ഈ ഒരു ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ ഒരു ഐഡിയിൽ നമ്മൾ ഇവിടെ നമുക്ക് കാണാൻ പറ്റും, നമ്മൾ ടോട്ടലി സ്റ്റേക്ക് ചെയ്തിട്ടുള്ള ടോക്കൺ, എത്ര ടോക്കൺ ആണ് നമ്മൾ സ്റ്റേക്ക് ചെയ്തിട്ടുള്ളത്, എത്ര ടോക്കൺ ആണ് ബേൺ ചെയ്തത്. അപ്പൊ ഇതിൽ പല ആളുകളെ സംബന്ധിച്ച് കൺഫ്യൂഷൻ ഉണ്ടാവും. എന്താണ് സ്റ്റേക്ക് ചെയ്തതും ബേൺ ചെയ്തിട്ടുള്ളതും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോ നമ്മൾ ലോഗിൻ ചെയ്തത് നമ്മൾ ജസ്റ്റ് മുകളിൽ ടച്ച് ചെയ്ത് ഡാഷ്ബോർഡ് ആണ്. ഇവിടെ പ്ലാൻ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ നമുക്ക് കാണാൻ സാധിക്കും. പ്ലാൻ എന്നുള്ള ഓപ്ഷനിൽ കയറി കഴിഞ്ഞാൽ നമുക്കിവിടെ ഒരു ബേസിക് പ്ലാൻ വരുന്നത് 1200 അപെക്സ് എന്നുള്ള രൂപത്തിലാണ് ഒരു ബേസിക് പ്ലാൻ വരുന്നത്. ഈ 1200 അപെക്സ് തൊട്ട് നമുക്ക് ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ടോട്ടലി വരുന്നത് ടോട്ടൽ കൗണ്ട്, ടോട്ടലി നമ്മൾ നോക്കുകയാണെങ്കിൽ 1,92,000 സോറി 1,09,00,000 സോറി അക്കൗണ്ടിൽ നിന്ന് മാറിയതാണ്. സോറി 1,20,20,000
ചെയ്യാം, നമുക്ക് വരെ നമ്മൾ ഇതിൽ സ്റ്റേക്ക് ചെയ്യാൻ പറ്റും. ഇത് ഇന്ന് വന്നിട്ടുള്ള ഒരു അപ്ഡേഷൻ ആണ്. അപ്ഡേഷൻ വന്നതെന്ന് വെച്ചാൽ ടോട്ടൽ മിനിമം നമുക്കറിയാം ഇന്നത്തെ അപെക്സിന്റെ റേറ്റുമായിട്ട് കമ്പയർ ചെയ്തുകൊണ്ട് ഒരു പ്ലാൻ എന്നുള്ള രൂപത്തിൽ അപ്ഡേറ്റ് ചെയ്തതാണ്. അപ്പൊ അത്രയും ഇത് നമുക്ക് സ്റ്റേക്ക് ചെയ്യാൻ സാധിക്കും. അപ്പൊ ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ 1200 അപെക്സ് പല ആളുകൾ സംബന്ധിച്ചു ഇതിൽ ബേസിക് ആയിട്ട് നമുക്ക് ഈ ഒരു ബിസിനസ്സിലേക്ക് വരാൻ 1200 അപെക്സ് വെച്ച് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. അവിടെ നമുക്ക് 1200 അപെക്സ് ടോക്കൺ നമ്മൾ പ്ലാൻ ചൂസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് 500 അപെക്സ് ടോക്കൺ നമ്മൾ എന്ത് ചെയ്യും, ബേൺ ചെയ്തു പോകും. 500 അപെക്സ് ടോക്കൺ ബേൺ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം ബേണിംഗ് എന്ന് പറയുന്നത് ക്രിപ്റ്റോ മേഖലയിലെ ഒരു പല ക്രിപ്റ്റോ കറൻസികളും എതേറിയാണെങ്കിലും പല കറൻസികളും ബേണിംഗ് പ്രോസസ് ഉണ്ട്. ടോട്ടൽ കറൻസിയുടെ കൗണ്ട് കുറയ്ക്കുക, അതിന്റെ കറൻസിയുടെ ഡിമാൻഡ് കൂട്ടുക എന്നുള്ളതാണ്. ടോട്ടൽ സപ്ലൈ കുറച്ചുകൊണ്ട് ആ കറൻസിയുടെ ഡിമാൻഡ് ഉണ്ട്. അപ്പൊ നമുക്കറിയാം സപ്ലൈ കുറയുന്നതിനനുസരിച്ച് നമുക്കറിയാം കറൻസിയുടെ പ്രൈസ് കൂടും, കാരണം ഡിമാൻഡ് കൂടും എന്നുള്ളത്. ഇതുപോലെ തന്നെ ഇന്ന് നമ്മൾ ഇപ്പൊ ഫോർ എക്സാമ്പിൾ നമ്മൾ പറയുകയാണെങ്കിൽ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് ഒരു എക്സാമ്പിൾ പറയണം, 1000 ക്വാണ്ടിറ്റി ഏതെങ്കിലും ഒരു പ്രൊഡക്റ്റ് അവൈലബിൾ ആണ്. ആ പ്രൊഡക്റ്റ് 1000 ക്വാണ്ടിറ്റി എന്നുള്ളത് 500 ക്വാണ്ടിറ്റിയിലേക്ക് മാറുമ്പോൾ 1000 ക്വാണ്ടിറ്റി മാർക്കറ്റിൽ ആവശ്യമുള്ള സമയത്ത് 500 ക്വാണ്ടിറ്റിയിലേക്ക് മാറുന്ന സമയത്ത് തീർച്ചയായിട്ടും അതിന് ഡിമാൻഡ് കൂടും. അപ്പോൾ പല സമയങ്ങളിലും നമുക്കറിയാം നമ്മൾ അവശ്യ സാധനങ്ങൾ നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന പല സാധനങ്ങളും ആ ഒരു സീസൺ ടൈം ആവുന്ന സമയത്ത് അതിന്റെ പ്രൈസിൽ വലിയ മാറ്റം ഉണ്ടാകുന്നു. അതുപോലെ തന്നെ ഈ ടോട്ടൽ സപ്ലൈ കുറയ്ക്കാനുള്ള ഒരു മെത്തേഡാണ് നമ്മളിവിടെ പറയുന്ന ബേണിംഗ് എന്ന് പറഞ്ഞ പ്രോസസ്. അപ്പൊ ഇവിടെ 500 അപെക്സ് ടോക്കൺ നമ്മൾ 1200 അപെക്സ് ടോക്കൺ നമ്മൾ എക്സ്ചേഞ്ചിൽ നിന്ന് വാങ്ങിച്ച് ട്രസ്റ്റ് വാലറ്റിലേക്ക് നമ്മൾ കൊണ്ടുവരുന്ന സമയത്ത് നമുക്ക് അതിൽ 500 അപെക്സ് ടോക്കൺ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ബേണിംഗ് നടന്ന് ബാക്കി 700 ആയിരിക്കും നമ്മളെ ക്യാപിറ്റൽ ഉണ്ടാവും. അപ്പൊ 500 അപെക്സ് ടോക്കൺ ബേണിംഗ്, 700 നമ്മളെ ക്യാപിറ്റൽ ഉണ്ടാവും. അപ്പോൾ 1200 നമുക്ക് സ്റ്റേക്ക് ചെയ്യാൻ പറ്റുന്ന അപെക്സ് എന്ന് പറയുന്നത് 700 അപെക്സ് ടോക്കൺ ആണ്. ഇനി ഇങ്ങനെ ബേൺ ചെയ്യുന്നതുകൊണ്ട് എന്താണ് നമ്മളെ ബെനിഫിറ്റ് എന്ന് ചോദിച്ചാൽ, ഇപ്പൊ 1200 അപെക്സ് എന്ന് പറഞ്ഞാൽ മിനിമം ഒരു എമൗണ്ട് വെച്ച് നമ്മൾ ഒന്ന് കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ചിന്തിച്ചു നോക്കുക, ഇന്നത്തെ മാർക്കറ്റ് റേറ്റ് വെച്ച് ഒരു 40-45 പൈസ റേറ്റ് നമ്മൾ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ഒരു 500 രൂപ അല്ലെങ്കിൽ ഒരു 600 രൂപ ഒക്കെ വെച്ചിട്ട് നമുക്ക് ഈ ഒരു ബിസിനസിന്റെ ഭാഗമായിട്ട് വർക്ക് ചെയ്യാൻ പറ്റും. അതായത് ഒരു 500 രൂപ നമ്മുടെ കയ്യിലുണ്ടെങ്കിലും അല്ലെങ്കിൽ ഒരു 600 രൂപ നമ്മുടെ കയ്യിലുണ്ടെങ്കിലും ഈ ഒരു പ്രോജക്റ്റിൽ നമുക്ക് അസോസിയേറ്റ് ചെയ്ത് വർക്ക് ചെയ്യാനുള്ള ഒരു കാര്യം എന്ത് ചെയ്യുന്നുണ്ട്, കമ്പനിയുടെ ഭാഗത്തുനിന്ന് കിട്ടുന്നുണ്ട്. അങ്ങനെ 1200 അപെക്സ് ടോക്കൺ ആണ് നമ്മൾ ബേൺ ചെയ്യുന്നതെങ്കിൽ നമുക്ക് 700 അപെക്സ് ടോക്കൺ നമ്മൾ സോറി ഒരു 1200 ആണ് നമ്മൾ പാക്കേജ് സെലക്ട് ചെയ്യുന്നതെങ്കിൽ 700 സ്റ്റേക്ക് ചെയ്യപ്പെടുകയും 500 ബേൺ ചെയ്യുകയും ചെയ്യും. ഇങ്ങനെ നമ്മൾ പ്ലാൻ നോക്കുകയാണെങ്കിൽ 2400, 6000, 12000 ഇങ്ങനെ തുടങ്ങി ഞാൻ പറഞ്ഞു 19,20,000 വരെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ബേൺ ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. അതിന് കറസ്പോണ്ടിങ് ആയിട്ട് 50:70 എന്നുള്ള രീതിയിൽ എന്ത് ചെയ്യും, ബേണിംഗ് പ്രോസസ്സും നടക്കുന്നുണ്ട്. ഇങ്ങനെ ബേൺ ചെയ്യുന്നതുകൊണ്ട് എന്താണ് നമുക്ക് വരുന്ന ബെനിഫിറ്റ് എന്ന് ചോദിച്ചാൽ, ഇന്ന് കമ്പനിയിലേക്ക് വരുന്നത് ഇപ്പൊ നിയർലി നോക്കുകയാണെങ്കിൽ ഒരു 1 മന്ത് ഒരു 10% അടുത്ത് നമുക്ക് റിട്ടേൺസ് കിട്ടാവുന്ന രീതിയിലാണ് ഇപ്പോൾ നമ്മളെ കമ്പനിയുടെ ഒരു സ്റ്റേക്കിംഗ് പ്രോഗ്രാമിന്റെ ROI വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ബേണിംഗ് പ്രോസസ്സ് നടക്കുന്ന സമയത്ത് ഇപ്പൊ നമുക്കറിയാം ഒരു 600 രൂപ ഏതൊരു സാധാരണക്കാരനെ സംബന്ധിച്ചും വളരെ സിമ്പിൾ ആയിട്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. കാരണം ഈ 600 രൂപയ്ക്ക് നമുക്ക് കിട്ടാൻ പോകുന്നത് 1200 അപെക്സ് ടോക്കൺ, അതിൽ 700 നമ്മുടെ ക്യാപിറ്റൽ ആയിട്ട് സ്റ്റേക്ക് ചെയ്യപ്പെടുന്നുണ്ട്. ഈ ഒരു 700 അപെക്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ലൈഫിൽ വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് കരുതാവുന്ന ഒരു എമൗണ്ട് ആണ്. ഇനി കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്യാൻ താല്പര്യമുള്ള ആളുകൾക്ക് അതിനനുസരിച്ച് നമ്മുടെ മുകളിലേക്കുള്ള ഏത് പ്ലാൻ വേണമെങ്കിലും ചൂസ് ചെയ്തിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. അങ്ങനെ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഡെയിലി ഒരു ROI കമ്പനി ജനറേറ്റ് ചെയ്യുന്നു. ROI നമുക്ക് എവിടെ നമുക്ക് കാണാൻ പറ്റുന്ന വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇവിടെ താഴോട്ട് പോയി കഴിഞ്ഞാൽ ഡെയിലി സ്റ്റേക്ക് ചെയ്യുന്ന അപെക്സ് ഞാനിവിടെ താഴോട്ട് എടുത്തു കഴിഞ്ഞാൽ ട്രാൻസാക്ഷൻ ലോഗ്, ഡെപ്പോസിറ്റ് ലോഗ് ഇങ്ങനെ കാണാം. അതിൽ സ്റ്റേക്കിംഗ് റിവാർഡ് എന്നൊരു ഓപ്ഷൻ നമുക്ക് കാണാം. അപ്പൊ സ്റ്റേക്കിംഗ് റിവാർഡ് ഇപ്പൊ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഇവിടെ 29 എന്ന് പറഞ്ഞ ദിവസം ഒരുപാട് സ്റ്റേക്കിംഗ് റിവാർഡ് വന്നിട്ടുണ്ട്. കാരണം ഈ ഒരു എമൗണ്ട് അപെക്സ് ടോക്കൺ ഞാൻ ഒരു തവണയായിട്ട് സ്റ്റേക്ക് ചെയ്താൽ ചെറിയ ചെറിയ സ്റ്റേക്കിംഗ് പ്രോഗ്രാമിലൂടെ ഇപ്പൊ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഇവിടെ 1400 അപെക്സ് സ്റ്റേക്ക് ചെയ്തിട്ടുണ്ട്, 3500 സ്റ്റേക്ക് ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ സ്റ്റേക്ക് ചെയ്ത എമൗണ്ടിന് അനുസരിച്ച് നമുക്ക് എന്ത് വരുന്നുണ്ട്, അപെക്സ് ഡെയിലി നമുക്കൊരു ഇൻകം ആയിട്ട് അപെക്സ് ടോക്കൺ നമുക്ക് വരുന്നുണ്ട്. ഇപ്പൊ നിയർലി നോക്കുകയാണെങ്കിൽ 0.35% ഒക്കെ ആയിട്ട് ആണ് ഇന്ന് എനിക്ക് തോന്നുന്നു ഇന്ന് നമുക്ക് കയറിയിട്ടുണ്ട്. അപ്പോൾ ഒരു 1 ലാഖിന് നമ്മൾ സ്റ്റേക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരു 350 രൂപയുടെ ഒക്കെ അപെക്സ് ടോക്കൺ ഇന്ന് നമുക്ക്
അസറ്റ് ആയിട്ട് കയറി. ഇനി ഇതിൽ ഉണ്ടാവുന്ന നമുക്ക് കിട്ടുന്ന ഒരു ബെനിഫിറ്റ്, ഇത് പക്ഷേ ഇന്നിപ്പോ നമ്മൾ സ്റ്റേക്ക് ചെയ്യുന്ന ഒരു അപെക്സ് ടോക്കൺ നമ്മൾ ഹോൾഡ് ചെയ്യാണ്, ഇതിന്റെ പ്രൈസിൽ ഒരു വാല്യൂ വരുന്നത് ഇപ്പൊ ഞാൻ പറയുന്നത് 0.45 അല്ലെങ്കിൽ 0.48 ഉള്ള റേറ്റ് ആണ്. അതൊരു നമ്മൾ പറയാ 0.048 എന്നുള്ള, അല്ലെങ്കിൽ ഞാൻ ഒരു ഇന്ത്യൻ റുപ്പിയിൽ പറയുകയാണെങ്കിൽ ഒരു 40 പൈസ 50 പൈസ റേറ്റ് ഉള്ളത് ഒരു രൂപ റേറ്റിലേക്ക് കറൻസിയുടെ വാല്യൂ മാറിയിട്ടുണ്ട്. കാരണം നമ്മളെ കറൻസി ഒരു ഗ്രോത്ത് ഫേസിലാണ്, അതൊരു ബുള്ളിഷ് മൂവ്മെന്റിലേക്ക് കടന്നിട്ടുണ്ട്. അപ്പൊ പല ആളുകൾ പുറത്തുനിന്നുള്ള ഒരുപാട് കമ്മ്യൂണിറ്റികൾ ഇതിന്റെ ഭാഗമായിട്ട് വരുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഫേസ് 4 എന്നുള്ള ഒരു സിസ്റ്റം അടുത്ത് തന്നെ ഇമ്മീഡിയറ്റ് ആയിട്ട് ലോഞ്ച് ചെയ്യാൻ പോകും. ഇതിന്റെയൊക്കെ ഭാഗമായിട്ട് ഈ പ്രൊജക്ട് ഒക്കെ റൺ ചെയ്യുമ്പോൾ വലിയ രീതിയിൽ കറൻസിക്ക് ഒരു അപ്പൊ ഇന്നിപ്പോ ഒരു പക്ഷേ ഒരു 1 lakhന് സ്റ്റേക്ക് ചെയ്ത ഒരാള് ഒരു പക്ഷേ അയാൾക്ക് കിട്ടുന്ന ഒരു ROI ഒരു ഇതിന്റെ കറൻസിയുടെ വാല്യൂ നേരെ ഡബിൾ റേറ്റിലേക്ക് വരികയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്കറിയാം അത് നമുക്ക് അതിന്റെ ROI ഒരു ഡബിൾ എമൗണ്ടിലേക്ക് നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പൊ ഈ രൂപത്തിൽ നമുക്ക് ചെറിയ എമൗണ്ട് വെച്ചിട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. അതിന്റെ കൂടെ തന്നെ ഒരു റഫറൽ പ്രോഗ്രാം കൂടി കമ്പനി റൺ ചെയ്യുന്നു. റഫറൽ പ്രോഗ്രാം എന്ന് പറയുന്നത് ഡയറക്റ്റ് റഫറൽ ആയിട്ട് ഈ ബിസിനസ്സിലേക്ക് വരുന്ന ആളുകളെ സംബന്ധിച്ച് ഇപ്പൊ നമ്മളൊരു സുഹൃത്തിനെയോ അല്ലെങ്കിൽ ഒരു റിലേറ്റീവിനോടോ ഈ ഒരു പ്രോജക്റ്റ് ഉണ്ട്, നിങ്ങൾക്ക് ഒരു 600 അപെക്സ് അല്ലെങ്കിൽ ഒരു 600 രൂപ ഉണ്ടെങ്കിൽ പോലും ഇത് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. അവരുടെ താല്പര്യത്തിനനുസരിച്ച് നമ്മൾ ഈ ഒരു പ്രോജക്റ്റിനെ കുറിച്ച് നമ്മൾ അവതരിപ്പിച്ച് അവർ ഈ ബിസിനസ്സിലേക്ക് കടന്നു വരികയാണെങ്കിൽ നമുക്കിവിടെ ഡയറക്റ്റ് റഫറൽ എന്ന് പറഞ്ഞ രീതിയിൽ ഡയറക്റ്റ് റഫറൽ എന്നുള്ള ഓപ്ഷനിൽ നമുക്ക് അതിൽ സ്റ്റേക്ക് ചെയ്യുന്ന എമൗണ്ടിന്റെ ഒരു 10% ടോക്കൺ നമുക്ക് ലഭിക്കാൻ പോകുന്നുണ്ട്. അതോടൊപ്പം തന്നെ ബൈനറി എന്ന് പറയുന്ന ഒരു പ്ലാനിലൂടെ നമുക്ക് ബൈനറി പ്ലാൻ ഒരുപാട് ആളുകൾക്ക് പരിചയമുണ്ടാവും. നമ്മുടെ ലെഫ്റ്റും റൈറ്റും നമുക്കൊരു ടീം ക്രിയേറ്റ് ചെയ്ത് അതിലൂടെ ഒരു ദിവസം 10,000 അപെക്സ് ടോക്കൺ വരെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു സീലിംഗ് ലിമിറ്റിലൂടെ നമുക്ക് വാങ്ങിക്കാൻ പറ്റും. അപ്പൊ 10,000 അപെക്സ് ടോക്കൺ എന്നുള്ള ഒരു സീലിംഗ് ലിമിറ്റ് വെച്ച് ഇന്ന് ഉള്ള ഒരു റേറ്റ് വെച്ച് നമ്മൾ പറയുകയാണെങ്കിൽ ടോക്കൺ റേറ്റ് വെച്ച് പറയുകയാണെങ്കിലും 5,000 രൂപ വരെ ഉള്ള ഒരു ഐഡിയിലൂടെ നമുക്ക് മാക്സിമം ഇന്ന് നമുക്ക് ഏൺ ചെയ്യാൻ സാധിക്കും. അത് ഇന്നത്തെ റേറ്റ് വെച്ചിട്ടാണ് നാളെ ഈ കോയിന്റെ പ്രൈസിൽ കൂടുമ്പോൾ ഒരുപക്ഷെ ഈ കോയിന്റെ പ്രൈസ് ഒരു രൂപയിലേക്ക് കോയിന്റെ പ്രൈസിലേക്ക് മാറ്റം വരുന്നുണ്ടെങ്കിൽ നമുക്ക് അത് 10,000 രൂപ എന്നുള്ള രൂപത്തിലേക്ക് കറൻസിയുടെ മാറ്റം വരും. അപ്പൊ ഇതിനുള്ള ഒരു ബെനിഫിറ്റ് എന്താ വെച്ചാൽ നമ്മൾ എത്ര അപെക്സ് ടോക്കൺ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാലും അല്ലെങ്കിൽ സ്റ്റേക്ക് ചെയ്ത് കഴിഞ്ഞാലും ഇതൊരു 1 year സ്റ്റേക്കിംഗ് പീരീഡ് കഴിഞ്ഞാൽ നമുക്ക് നമുക്കത് റിലീസ് ചെയ്ത് തരും. ആ സമയത്ത് വേണമെങ്കിൽ നമുക്ക് ആ ടോക്കൺ അന്നത്തെ റേറ്റിൽ നമുക്ക് സെല് ചെയ്യാൻ പറ്റും. അപ്പൊ ഈ ഒരു പ്രോജക്റ്റുമായിട്ട് കമ്പനി പ്ലാൻ ചെയ്ത ഒരു കാര്യം മിനിമം ഒരു $5 കമ്പനി ഈ ഒരു ഇന്ന് $5 എക്സ്ചേഞ്ച് ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. ബിനാൻസ് എന്നുള്ള എക്സ്ചേഞ്ചിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ്. ആ ഒരു എക്സ്ചേഞ്ചിലേക്ക് എത്തിക്കുന്ന സമയത്ത് മിനിമം ഒരു $5 വാല്യൂയിലേക്കെങ്കിലും കറൻസി എത്തിക്കണം എന്നുള്ള ഒരു പ്ലാൻ. അപ്പൊ നിങ്ങൾ ചിന്തിച്ചു നോക്കുക, ഇന്നത്തെ വാല്യൂ എന്ന് പറഞ്ഞാൽ $0.004 അല്ലെങ്കിൽ $5 ആണ്. അതിൽ നിന്ന് ഒരു $5 കറൻസിയുടെ വാല്യൂ എത്തുക എന്ന് പറയുന്ന സമയത്ത് ഒരു പക്ഷെ ഇന്ന് നമ്മൾ ഒരു 1 ലക്ഷം രൂപ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള ഒരാളാണെങ്കിൽ അല്ലെ, 1 ലക്ഷം രൂപ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള ഒരാളെ സംബന്ധിച്ച് അതിൽ വലിയൊരു ഗ്രോത്ത് അവരുടെ ക്യാപിറ്റൽ ഉണ്ടാവും അല്ലെ. ഇപ്പൊ നമ്മൾ ഇപ്പൊ ഒരു 0.0005 എന്നുള്ള റേറ്റിൽ നിന്ന് നമ്മൾ ചിന്തിച്ചു നോക്കുക, അതിന്റെ റേറ്റ് $5 മാറുക എന്ന് പറയുന്ന സമയത്ത് 3 പ്ലേസിൽ അല്ലെ, ഇപ്പൊ നമ്മൾ നോക്കുകയാണെങ്കിൽ 1000 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താലായിരിക്കും നമുക്കത് ഒരു $5. അങ്ങനെയെങ്കിൽ ഇന്ന് നമ്മുടെ ക്യാപിറ്റൽ എന്താണോ ആ ക്യാപിറ്റലിൽ നിങ്ങൾ ഒരു 1 ലക്ഷം രൂപയ്ക്കാണ് കോയിൻ വാങ്ങിക്കുന്നതെങ്കിൽ ഇൻറ്റു നമ്മളൊരു 1000 എന്നുള്ള രൂപത്തിലേക്ക് മാറ്റി കഴിഞ്ഞാൽ നമ്മുടെ ക്യാപിറ്റൽ അതിനനുസരിച്ച് മാറുന്നുണ്ട്. അപ്പൊ നമ്മൾ ഒരു $5 എത്തും എന്ന് 100% ഉറപ്പിച്ച് വർക്ക് ചെയ്യുന്നത് നമ്മൾ $1 എത്തിയാലോ അതിനനുസരിച്ചുള്ള ഒരു ഗ്രോത്തിലേക്ക് ഉണ്ട്. അങ്ങനെ നമ്മൾ ഈ ബിസിനസിന്റെ ഭാഗമായിട്ട് നമ്മളൊരു ഫാമിലി ആയിട്ട് വർക്ക് ചെയ്തുകൊണ്ടാണ് ഈ ബിസിനസ് മുന്നോട്ട് പോകുന്നത്. അതോടൊപ്പം തന്നെ ഇപ്പം നമ്മുടെ കമ്പനി ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം, കമ്പനിയുടെ നെറ്റ് ഇന്നും ഔട്ടും കമ്പനിയിൽ എത്ര ബേൺ ചെയ്യപ്പെടുന്നു, എത്ര സ്റ്റേക്ക് ചെയ്യപ്പെടുന്നു, അത് പുതിയ എത്രത്തോളം സ്റ്റേക്കിങ്ങും ബേണിങ്ങും വരുന്നു. അതോടൊപ്പം തന്നെ കമ്പനിയുടെ പ്രോജക്റ്റുകളിൽ കമ്പനിക്ക് വരുന്ന ബെനിഫിറ്റ്സ്, എക്സ്ചേഞ്ചുകളിലൂടെ ബൈങ് നടക്കുന്ന സമയത്ത് കമ്പനിയുടെ ടോക്കണുകൾ വരുന്ന ഇൻക്രീസ്, ഇതെല്ലാം നോക്കിയിട്ട് അതിന്റെ ഇൻ ആൻഡ് ഔട്ട് കാൽക്കുലേറ്റ് ചെയ്തുകൊണ്ടാണ് ROI കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വളരെ സ്റ്റേബിൾ ആയിക്കൊണ്ടാണ് ഈ ടോക്കണിന്റെ വാല്യൂ ഗ്രോത്തിലേക്ക് വളരെ സ്റ്റേബിൾ ആയി നിന്നുകൊണ്ട് തന്നെ വലിയൊരു ഡൗൺഫോൾ ഒന്നും ഇല്ലാത്ത രൂപത്തിൽ അതിനെ മാർക്കറ്റിൽ ഉയർത്തിക്കൊണ്ടാൻ വേണ്ടിയിട്ടാണ് കമ്പനി ഇത്തരത്തിലുള്ള ഒരു പ്ലാനും അതിന്റെ കാര്യങ്ങളൊക്കെ ആയിട്ട് ചെയ്തിട്ടുള്ളത്.
അപ്പൊ ഈ ഒരു ആപ്ലിക്കേഷനും നമ്മൾ ഈ ട്രസ്റ്റ് വാലറ്റിൽ നമ്മൾ ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കറിയാവുന്ന എല്ലാ കാര്യങ്ങളും ഇതിന്റെ ഭാഗമായിട്ട്. അപ്പൊ നമ്മളെ സംബന്ധിച്ച് ഏതായാലും ഒരു ക്രിപ്റ്റോ റവല്യൂഷൻ ആയിട്ട് നടക്കാൻ പോകുന്നുണ്ട്. അപ്പൊ ഈ ഒരു ഭാഗത്ത് നമ്മളെ സംബന്ധിച്ച് നമ്മുടെ റിലേറ്റീവ്സിനോടോ ഫ്രണ്ട്സിനോടൊക്കെ ഈ ഷെയർ ചെയ്തുകൊണ്ട് വെറും ഒരു 600 രൂപയ്ക്ക് വേണമെങ്കിൽ പോലും സ്റ്റേക്ക് ചെയ്യാവുന്ന രീതിയിൽ വളരെ സിമ്പിൾ ആയിട്ട് ആർക്ക് വേണമെങ്കിലും മാറ്റി വെക്കാവുന്ന ഒരു എമൗണ്ട് ആണ്. അതിനുശേഷം ഒരു പക്ഷേ ഈ ഒരു ഇതിന്റെ ബെനിഫിറ്റും കാര്യങ്ങളും മനസ്സിലാക്കിയിട്ട് അവരെ സംബന്ധിച്ച് കൂടുതൽ ക്രിപ്റ്റോ കറൻസി വാങ്ങാൻ അല്ലെങ്കിൽ അപെക്സ് ടോക്കൺ വാങ്ങി സ്റ്റേക്ക് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ അവർ അത് പേഴ്സണലി അവർക്ക് ചെയ്യാവുന്ന രീതിയിൽ നമ്മുടെ ഈ ഒരു മീറ്റിംഗ്സും കാര്യങ്ങളൊക്കെ അസോസിയേറ്റ് ചെയ്തിട്ട് എല്ലാ രീതിയിലും വർക്ക്ഔട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. അപ്പൊ ഇത്തരത്തിൽ നമ്മൾ പറയുകയാണെങ്കിൽ ഞാൻ നേരത്തെ വന്നു തുടങ്ങിയ സമയത്ത് നമുക്ക് വേണ്ട എല്ലാ ഡീറ്റെയിൽസും നമ്മൾ എത്ര ബേൺ ചെയ്തിട്ടുണ്ട്, ഓരോ സമയങ്ങളിലും നമ്മൾ എത്ര ഇൻകം നമ്മൾ ഇതിലൂടെ വാങ്ങിച്ചിട്ടുണ്ട്, ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള മുഴുവൻ ഡീറ്റെയിൽസും നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നതാണ്. അപ്പൊ ഇനി നമ്മളെ സംബന്ധിച്ച് ഈ ഒരു പ്രോജക്റ്റിനെ സംബന്ധിച്ച് എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ നമ്മളെ ഈ ഒരു ബിസിനസ്സിലേക്ക് ഇൻവൈറ്റ് ചെയ്തിട്ടുള്ള ആളോട് കൃത്യമായിട്ട് കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കുക. അതോടൊപ്പം തന്നെ കൃത്യമായിട്ടൊരു എഡ്യൂക്കേഷൻ സിസ്റ്റം ഉണ്ടെങ്കിൽ വളരെ ഈസി ആയിട്ട് നല്ലൊരു വരുമാനം നമുക്ക് അപെക്സ് എന്നുള്ള ഈ ഒരു പ്രോജക്റ്റിലൂടെ നമുക്ക് നേടാൻ പറ്റും. ഒരു ഫാമിലി ആയിട്ട് എല്ലാവരും ഒരു ഫാമിലി ഫീൽഡ്, ഇപ്പൊ നമുക്കറിയാം ബിസിനസ് എന്ന് പറയുന്ന സമയത്ത് എപ്പോഴും ആ ബിസിനസ് സംബന്ധിച്ച് ഒരുപാട് കോമ്പറ്റീഷൻസ് ഉണ്ടാവും. അപ്പോൾ ചിലപ്പോൾ ഒരു പക്ഷേ ഒരുപാട് റിസ്ക് ഫേസിലൂടെ ഒരു ബിസിനസിനെ സംബന്ധിച്ച് എപ്പോഴും അതിന് കൂടുതലുള്ള ഒരു കാര്യമാണ് റിസ്ക് ഫാക്ടർ. അപ്പൊ നമ്മൾ സ്വന്തമായിട്ട് ചിലപ്പോൾ ഒരു പക്ഷേ നമ്മൾ ഏതെങ്കിലും ഒരു മേഖലയിൽ പോയിട്ട് നമ്മൾ ഒരു ബിസിനസ് തുടങ്ങും. അപ്പൊ എനിക്ക് ഒരുപാട് സുഹൃത്തുക്കളുണ്ട്, പല ആളുകളെ സംബന്ധിച്ചും പലതരത്തിലുള്ള ബിസിനസ്സുകൾ സ്റ്റാർട്ട് ചെയ്യും. അതൊക്കെ മാനേജ് ചെയ്തിട്ട് ചിലപ്പോൾ ഒരു പക്ഷേ എന്തെങ്കിലും ഒരു പ്രതിസന്ധി വരുന്ന സമയത്ത് അവരെ സംബന്ധിച്ച് അവർ ഒറ്റയ്ക്കാണ് ആ പ്രതിസന്ധിയൊക്കെ ഫേസ് ചെയ്യേണ്ടി വരും. പലതരത്തിലും ഇപ്പൊ നമ്മൾ പുറത്തൂടെയൊക്കെ ഇറങ്ങി നടക്കുന്ന സമയത്ത് ഒരുപാട് കച്ചവടങ്ങൾ തുടങ്ങി അത് സ്റ്റോപ്പ് ചെയ്ത് പോകുന്ന പല ആളുകളുണ്ട്. ലക്ഷങ്ങൾ കോടികൾ ഇൻവെസ്റ്റ് ചെയ്ത് മാർക്കറ്റിൽ ഒന്നും കിട്ടാതെ പോകുന്ന ആളുകൾ. പക്ഷെ ഇവിടെ നമ്മളെല്ലാവരും ഒരു ഇപ്പൊ നമ്മൾ പറയുകയാണെങ്കിൽ എല്ലാവരും കൂടി ഒരു യൂണിയൻ ആയിട്ട് നമ്മളെല്ലാവരും കൂടി ഒത്തുചേർന്നിട്ടാണ് ഈ ഒരു കമ്പനി വർക്ക് ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ ഈ ഒരു കമ്പനിയുടെ ഡെവലപ്മെന്റിന് വേണ്ടിയിട്ട് കൃത്യമായിട്ട് ഒരു സോഫ്റ്റ്വെയർ ടീമും അതോടൊപ്പം തന്നെ കമ്പനി മാനേജ്മെന്റ് എല്ലാവരും പക്ക ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇതൊരു ടീം വർക്കാണ്. ടീം വർക്ക് എന്ന് പറയാൻ ഒരു കമ്പാണെങ്കിൽ അതിനെ ഒടിച്ചു കളയാനുള്ള വളരെ എളുപ്പമുള്ള കാര്യമാണ്. പക്ഷെ ഒരുപാട് കമ്പുകൾ ചേർത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പക്ക സ്ട്രോങ് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സ്ട്രോങ് ആയിട്ട് മാറാൻ പറ്റും. അപ്പൊ അതുപോലെ തന്നെ വലിയൊരു ടീം ഇതിന്റെ ബിഹൈൻഡ് ഉണ്ട്. ഇത്രത്തോളം എക്സ്ചേഞ്ചുകൾ എത്തിയിട്ടുണ്ട്. ഇപ്പൊ പല ആളുകളെ സംബന്ധിച്ച് പലരും ചോദിക്കാൻ അപെക്സ് ടോക്കൺ എന്തുകൊണ്ടാണ് അപെക്സ് നമ്മൾ XT.com പോയിട്ട് അത് സെല് ചെയ്യാൻ നമുക്ക് പറ്റുന്നത്. XT.com നമ്മൾ വിൽക്കുന്ന സമയത്ത് അവിടെ നമുക്ക് USDT കിട്ടാൻ കാരണം അത്രയും ലിക്വിഡിറ്റി കാര്യങ്ങളൊക്കെ അതാത് എക്സ്ചേഞ്ചുകളിൽ ചെയ്തിട്ടുണ്ട്. അപ്പൊ പക്കാ ജെനുവിൻ ആയിട്ടുള്ള പ്രോജക്റ്റ്. ഇനി ഈ പ്രോജക്റ്റിനെ കുറിച്ച് കൃത്യമായിട്ട് മനസ്സിലാക്കിക്കൊണ്ട് നമുക്ക് ഇതിലൊരു ഫ്യൂച്ചർ ഉണ്ട് എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ വലിയ സീരിയസ് ആയിട്ട് വർക്ക്ഔട്ട് ചെയ്യാൻ നമ്മളെ സംബന്ധിച്ച് വളരെ സീരിയസ് ആയിട്ട് ലൈഫായി കണ്ടുകൊണ്ടാണ് ഈ ഒരു പ്രോജക്റ്റ് ഏറ്റെടുത്ത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൽ തന്നെ ഇന്ന് ഈ ഒരു മാർക്കറ്റ് ഇപ്പൊ നമുക്കറിയാം ക്രിപ്റ്റോ മേഖലയിൽ പല തരത്തിലുള്ള പ്രോജക്റ്റുകൾ ഉണ്ടെങ്കിലും പലതരത്തിലുള്ള പ്രോജക്റ്റുകൾ വന്നു പോയിട്ടുള്ള ഒരുപാട് പ്രോജക്റ്റുകളുണ്ട്. പക്ഷെ എന്തൊക്കെ പ്രതിസന്ധി ഉണ്ടെങ്കിലും മുന്നോട്ട് വെച്ച കാലം മുന്നോട്ട് എന്ന് പറഞ്ഞ് നമ്മളെ നയിക്കാൻ കെൽപ്പുള്ള ഒരു സിഇഒയും ഒരു ടീമും നമ്മളെ മുമ്പിലുണ്ട്. അത് കൃത്യമായിട്ട് നമ്മൾ മനസ്സിലാക്കുക. അപ്പൊ ചില തരത്തിലുള്ള പ്രതിസന്ധികളോ ബുദ്ധിമുട്ടുകളോ വരുന്ന സമയത്ത് നമ്മളെല്ലാവരും ഒറ്റക്കെട്ടായിട്ട് ഈ ഒരു കമ്പനിയുടെ ഭാഗമായിട്ട് നിൽക്കാം. കാരണം നമുക്ക് വന്നിട്ടുള്ള ക്രിപ്റ്റോ ഈ ഒരു മേഖലയിൽ നമുക്ക് വന്നിട്ടുള്ള കുറച്ച് ഡംപിങ്, കുറച്ച് കറൻസി വന്നിട്ടുള്ള കുറച്ച് ഡൗൺഫോൾ ഉണ്ടായിരുന്നു. അപ്പൊ ഒരുപാട് കറൻസി. അപ്പൊ ഇന്ന് അതൊരു സ്റ്റേബിൾ നിലയിലേക്ക് എത്തിയിട്ടുണ്ട്. ആ സ്റ്റെബിലിറ്റിയിൽ നിന്ന് നമുക്ക് എല്ലാവർക്കും നമ്മൾ കണ്ട എല്ലാ സ്വപ്നങ്ങളിലേക്കും എത്താൻ പറ്റുന്ന രീതിയിലേക്ക് ഈ ഒരു പ്രോജക്റ്റ് മാറി വരും. അപ്പൊ ആ രൂപത്തിൽ എല്ലാവരും സീരിയസ് ആയിട്ട് വർക്ക്ഔട്ട് ചെയ്യുക എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ ഈ സെഷൻ വൈൻഡപ്പ് ചെയ്യും. താങ്ക് യു.